നമ്മളൊരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി പുറത്തു പോയാലും ട്രാവലിംഗ് പോയാലും അതുപോലെ കണ്ടന്റ് ക്രിയേഷൻ ആയാലും നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ പവർ സോഴ്സാണ്. എപ്പോഴും നമുക്ക് കടയിലും മറ്റൊന്നും കൊണ്ടുപോയിട്ട് നമുക്ക് പവർ കുത്തി വെച്ചിട്ട് നമ്മളെ സാധനങ്ങൾ ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ട്രാവൽ പോകുമ്പോഴോ ഔട്ട്ഡോർ ഷൂട്ടിന് പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് പവർ ഓപ്ഷനാണ് ടിഫിയുടെ ഈ ഒരു ബാറ്ററി സ്റ്റിക്ക്. 30,000 mAh ഒരു ബാറ്ററി സ്റ്റിക്കാണ് വരുന്നത്. ഇത് സാധാരണ നമ്മളെ പവർ ബാങ്ക് പോലെയല്ല. സാധാരണ നമ്മൾ പവർ ബാങ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു അതിൽ നിന്നുള്ളൊരു ഔട്ട്പുട്ടിനൊരു പരിധിയുണ്ട്. ഇത് 100 വാട്ട്സ് ഔട്ട്പുട്ടിൽ, അതായത് നമ്മൾ ഇതുപോലുള്ള ലൈറ്റൊക്കെ ബാറ്ററി പവർഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ലൈറ്റൊക്കെ നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് ഫുൾ പവറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് ടിഫിയുടെ TBC30 എന്ന് പറഞ്ഞ ഈ ഒരു പവർ ഔട്ട്ലെറ്റ്. ഇതിൽ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാം. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് ചാർജ് ചെയ്യാനൊന്നും ഓപ്ഷൻ ഇല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ ഒരുപാട് സമയം ചാർജ് ചെയ്യാം. അതുപോലെ നമ്മൾ ലൈറ്റുകളും LED ലൈറ്റുകളും യൂസ് ചെയ്യാം. ഒരുപാട് നമ്മളെ പവർ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗിംബലുകൾ ചാർജ് ചെയ്യാൻ, അതുപോലെ മൊബൈൽ, ലാപ്ടോപ്പ്, ക്യാമറാസ് ഒക്കെ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ TBC30. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു മൗണ്ട് വരുന്നുണ്ട്. ഇത് വരുന്നത് നമുക്ക് ലൈറ്റൊക്കെ ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈറ്റോ നമ്മളെ ക്യാമറയൊക്കെ ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം, ലൈറ്റ് ആഡ് ചെയ്യാം. അങ്ങനെ നമുക്കൊരു സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം, പവർ ചെയ്യുന്ന വരും ചെയ്യും. അതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇനി ആവശ്യമില്ല, നമുക്കിത് ആവശ്യമില്ല, ഒരു പവർ മാത്രം ആവശ്യമുള്ളെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഊരിയിട്ടിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ടിഫിയുടെ ഒരു സിസ്റ്റം. അവിടെ ഈ ലോക്ക് ബട്ടൺ വരുന്നുണ്ട്. ലോക്ക് ബട്ടൺ വന്നു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് നമുക്ക് റിലീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതൊരു ട്രൈപ്പോഡിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ ഇവിടെ ട്രൈപ്പോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് ഒരു മൗണ്ട് വരുന്നുണ്ട്. ഇതിൽ ട്രൈപ്പോഡ് കൊടുക്കാം. അതിന് മുകളിൽ നമുക്ക് ലൈറ്റ് ആഡ് ചെയ്യാം. നമ്മളെ ക്യാമറയോ എന്തുവാണെങ്കിലും നമുക്ക് ഈവൻ ഒരു സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കി ബട്ടൺസ് വരുന്നത് എങ്ങനെ വെച്ചാൽ ഇവിടെ നമുക്കൊരു പവർ ബട്ടൺ വരുന്നുണ്ട്. ഈ പവർ ബട്ടൺ നമുക്ക് ഓഫ് ചെയ്യാനും പവർ ഔട്ട്പുട്ട് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെ പറ്റും. USB-C ഇന്നും ഉണ്ട്, ഔട്ടും ഉണ്ട്. അത് നമുക്ക് 2 മണിക്കൂറുണ്ട്. അത്യാവശ്യം നല്ല പവർ ചാർജറാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ഫുൾ ചാർജ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 100 വാട്ട്സ് ഔട്ട്പുട്ടിൽ നമുക്ക് USB-C നമുക്ക് യൂസ് ചെയ്യാം. DC എന്നാണെങ്കിൽ നമുക്ക് 14 വോൾട്ട് പവർഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇത് വെച്ചിട്ട് എടുക്കാൻ പറ്റും. അത് ബിൽഡ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിലാണ്, നല്ല സേഫ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് കേബിൾസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് USB-C കേബിൾ വരുന്നുണ്ട്. ചാർജ് ഇൻ ചെയ്യാനും അല്ലെങ്കിൽ ചാർജ് ചെയ്തെടുത്ത് നമുക്കെല്ലാം നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ചാർജ് ചെയ്യാൻ പറ്റിയ രീതിയിൽ USB-C to C ഒരു ചാർജർ വരുന്നുണ്ട്. അതുപോലെ DCയുടെ ഒരു 2 ഔട്ട്പുട്ട്, DC ഇന്നും DC ഔട്ടുള്ള ഒരു കേബിൾ വരുന്നുണ്ട്. അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ അതിലൊരു അഡാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് USB-C to DC ഔട്ട്പുട്ട് ഒരു കേബിളും വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ എല്ലാ ആവശ്യത്തിനും ഒതുങ്ങുന്ന രീതിയിലുള്ള കൺവേർട്ടറുകളും കേബിളൊക്കെ നമുക്ക് ഈ ഒരു പാക്കേജിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു പവർ ബാങ്ക്, എക്സ്ട്രാ പവർഫുൾ ആയിട്ടുള്ളൊരു പവർ ബാങ്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് ടിഫിയുടെ TBC30. നമ്മൾ ഇതുപോലുള്ള LED ലൈറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സാധാരണ പവർ ബാങ്കിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 15% ഔട്ട്പുട്ടൊക്കെ നമുക്ക് മാക്സിമം പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് പവർഫുൾ ആയതുകൊണ്ട് തന്നെ 100% ഔട്ട്പുട്ടിൽ നമുക്ക് നല്ല ലൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ പവർ നിങ്ങൾക്കൊരു പ്രശ്നമാണെങ്കിൽ അത് ഇന്നത്തോടെ തീർക്കും ടിഫി TBC30. ഇതിൻ്റെ ബെസ്റ്റായിട്ടുള്ള വേറൊരു ഉപയോഗം എനിക്ക് ആവശ്യം വന്നത്, ഡ്രോണൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോൾ ഡ്രോണൊക്കെ ഫാസ്റ്റായിട്ട് നമുക്ക് ബാറ്ററി ഒക്കെ റീചാർജ് ചെയ്യേണ്ടി വരും. അതിനും നമുക്കിത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ MRP വരുന്നത് ഏകദേശം 10,000 അറൗണ്ടാണ് MRP വരുന്നത്. അപ്പോൾ താഴെ കൊടുത്ത ലിങ്കിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ആൾ.